ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ സമ്പാദ്യം ഹറാമായി കഴിഞ്ഞാൽ അത് എത്രമാത്രം ഗൗരവപ്പെട്ട തിന്മയാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അഥവാ സാമ്പത്തികമായ വിശുദ്ധി തഖ്വയുടെ ഏറ്റവും പ്രഥമ സ്ഥാനമാണ്. പടച്ചോനൊരാൾ പേടിക്കുന്നുണ്ട്, തഖ്വയുള്ളവനാണ് എന്ന് പറയണമെങ്കിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് സാമ്പത്തികമായിട്ടുള്ള വിശുദ്ധി. ആ സാമ്പത്തികമായ വിശുദ്ധിയെ പലപ്പോഴും നമ്മൾ തഖ്വയുടെ ഭാഗമായിട്ട് കാണാറില്ല. സമൂഹത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മതയുള്ള ആളെന്ന് പറഞ്ഞാൽ വളരെ പയ്യെ സംസാരിക്കുന്ന, കാര്യമായി ഒച്ചയൊന്നെടുക്കാത്ത, ഒരു വിരക്തനായ, ആബിദായ, സുഹദുള്ള, വിരക്തിയുള്ള ഭാവഹാദികളൊക്കെ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ തഖ്വയുള്ളവർ, ഭക്തർ എന്ന് വിചാരിക്കാറ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അങ്ങനെ ഭക്തനായിട്ട് തഖ്വയുള്ളവനായിട്ട് കാണുന്നതിന് ഒരു മുസ്ലിമിന് വേണ്ട അടിസ്ഥാനപരമായ ക്വാളിറ്റികളിൽ ഒന്നാണ് സാമ്പത്തികമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഹലാലായത് മാത്രമേ അവൻ തിന്നാൻ പാടുള്ളൂ, അവൻ സമ്പാദിക്കാൻ പാടുള്ളൂ. ഹറാം അവൻ്റെ സമ്പാദ്യത്തിൽ കലർന്നു പോകാൻ പാടില്ല.
അവനുമായി സാമ്പത്തികമായ ഇടപാട് നടത്തുന്നതിന് ആളുകൾക്ക് ഒരു ബേജാറും ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്ന ചരിത്രം നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുമ്പോൾ നബിയെ കൊല്ലാൻ ഖുറൈശികൾ പ്ലാൻ ചെയ്ത സമയമാണ്. ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തൻ്റെ റൂമിൽ തൻ്റെ കട്ടിലിൽ കിടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾ നബി അകത്തുണ്ട്, ബെഡിലുണ്ട്, ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹം അലി ബിൻ അബി ത്വാലിബിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. എന്താ ഏൽപ്പിക്കുന്നതെന്നറിയോ? ഈ കൊല്ലാൻ നിൽക്കുന്ന ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയുള്ള മുശ്രിക്കുകളടക്കമുള്ള ആളുകൾ നബിയെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള വിലപിടിപ്പുള്ള അമാനത്തായ സ്വത്തുക്കളാണ്. അവന് ആ മണ്ണിലാകെ വിശ്വാസമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. കൊടുത്താൽ തിരിച്ചു നൽകും. അതിൽ നിന്ന് ഒരു മണി പോലും അനർഹമായ രൂപത്തിൽ അദ്ദേഹം തൊടില്ല എന്ന് ഉറപ്പ് മുശ്രിക്കുകൾക്കുള്ള ഒരേ ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബിന്റെ ക്വാളിറ്റി. അതാണ്. അതുകൊണ്ട് ശത്രുക്കൾ കൊല്ലാൻ തീരുമാനിച്ച് എന്തിനാ കൊല്ലാൻ തീരുമാനിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തതാണ്. തങ്ങളുടെ പൂർവിക പിതാക്കന്മാരുടെ കാരണവന്മാരുടെ മതത്തിനും ദീനീ ബോധത്തിനും എതിരെ സംസാരിക്കുന്നത് സഹിക്കാൻ പറ്റാതെ കൊല്ലാൻ തീരുമാനിച്ചവൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കയ്യിൽ തന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കാൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്. നബിന്റെ കയ്യിലാണ്. വേറെ ഒപ്പമുള്ള കൂട്ടുകാരന്റെ കയ്യിൽ വരെ കൊടുക്കാൻ അവർക്ക് വിശ്വാസമില്ല. കാരണം എന്താ? തിരിച്ചു തരുമോ, തന്നാൽ തന്നെ അതിൽ കുറവുണ്ടാവുമോ എന്ന് അവർക്ക് ഉറപ്പില്ല. പക്ഷേ നബിന്റെ കാര്യത്തിൽ ആ ഉറപ്പ് ശത്രുക്കൾക്ക് വരെയുണ്ട്. ഇതൊരു ഓരോ വിശ്വാസികനായിരിക്കണം. സാമ്പത്തിക രംഗത്ത് നമുക്ക് അത്ര എത്താൻ പറ്റോ? ആ ചിന്തയെ വിശ്വാസിനെ സംബന്ധിച്ചില്ല. നമുക്കറിയാം, നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര നിസ്കരിക്കാൻ നമുക്ക് പറ്റോ? ഇല്ലേ? പറ്റൂല. നോമ്പ് റസൂലുള്ള എടുത്ത പോലത്തെ ഒരു ഭക്തിയുള്ള നോമ്പ് എടുക്കാൻ പറ്റോ? ഇല്ലേ? പറ്റൂല. എല്ലാ ഇബാദത്തുകൾ എടുത്തോ റസൂലുള്ള ചെയ്തതിന്റെ അത്ര ക്വാളിറ്റിയുള്ള പ്യൂരിറ്റിയുള്ള ഒരു കർമ്മം നിർവഹിക്കാൻ ഇലാ യൗമൽ ഖിയാമത്ത് വരെ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ സാമ്പത്തിക രംഗത്തിന് നബിക്ക് ഒപ്പം നിന്നേ പറ്റൂ. അവിടാണ് നമുക്ക് പറ്റുന്നൊരു മേഖല. ഹറാമായ സമ്പാദ്യം നബിന്റെ അത്ര പോലെ സൂക്ഷിക്കാൻ എനിക്ക് പറ്റൂല. അനുവാദമുണ്ടോ? എന്റെ നിസ്കാരം റസൂലിന്റെ അത്രക്ക് ഭക്തിയിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല. ശിക്ഷയില്ല. എന്റെ നോമ്പ് റസൂലിന്റെ അത്ര ഭക്തിയുള്ള, മേന്മയുള്ള, ക്വാളിറ്റിയുള്ള, പ്യൂരിറ്റിയുള്ള, പിന്നെ നോമ്പെടുക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതിന്റെ പേരിൽ എനിക്ക് പാപമില്ല. എന്നാൽ നബിന്റെ അത്ര ഹറാമ് തിന്നാതെ സൂക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ശിക്ഷയുണ്ട്. അവിടെ നബിന്റെ അത്ര തന്നെ വേണം. അവിടെ കുറക്കാൻ പറ്റില്ല. ഇസ്ലാം അവിടെ കുറക്കാൻ അനുവദിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാര്യത്തിൽ സാമ്പത്തിക വിശുദ്ധിയെ അള്ളാഹ് കണക്കാക്കുന്നു. നബിയല്ലേ, നബിക്കൊക്കെ അത്ര സൂക്ഷിക്കാൻ പറ്റും, എനിക്ക് അത്ര പറ്റില്ല, അതെ ഞാൻ കുറച്ച് ഹറാമ് തിന്നു കളയും എന്ന അനുവാദം നമുക്കുണ്ടോ? എന്ന അനുവാദം നമുക്കില്ല. റസൂലുള്ള എങ്ങനെ സൂക്ഷിച്ചോ അങ്ങനെ സൂക്ഷിച്ചോളണം. അത്ര തന്നെ കനത്തിൽ സൂക്ഷിച്ചുകൊള്ളണം. സാമ്പത്തിക രംഗം, ആ സാമ്പത്തിക രംഗമാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം കുത്തഴിഞ്ഞു പോയത് ആ സാമ്പത്തിക രംഗത്താണ്. ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന കാലം എന്ന് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് വരാനുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക. ഒരാളുടെ വരുമാനം എത്രയുണ്ട് എന്നതല്ല ഒരു വിശ്വാസിന്റെ കണക്ക്. ഒരാൾ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെയാണ് അയാൾക്ക് വരുമാനം ഉണ്ടായത്, ഇതാണ് നോക്കേണ്ടത്. വലിയ പണക്കാരനെയല്ല, ഹലാലായ രൂപത്തിൽ സമ്പത്തുണ്ടോ എന്ന വിശ്വാസം അന്വേഷിക്കേണ്ടത്. ഹറാമായ രൂപത്തിൽ ഒരാൾ ധനമുണ്ടാക്കി കഴിഞ്ഞാൽ, സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? ഒന്നാമത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിക്കോ, അത് വൻ പാപമാണ്. അൽ കബായിറാണ്, മഹാപാപാണ്, വലിയ പാപാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു പറയാ, ജാഅ അഅറാബിയ്യുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, ഒരു അഅറാബി
ഗ്രാമീണനായിട്ടുള്ള ഒരു അറബി, അദ്ദേഹം എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തേക്ക് വരാണ്, ഒരു ഗ്രാമീണവാസി. എന്നിട്ട് ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, മൽ കബായിർ, എന്താണ് വലിയ പാപം, മഹാപാപം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിനോട് ചോദിക്കുക, എന്താണ് നബിയെ മഹാപാപം? ഖാൽ, അവിടുന്ന് എണ്ണി, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ പാപം അതാണ്. ഖാൽ, അറാബി വീണ്ടും ചോദിക്കുക, സുമ്മ മാതാ, പിന്നെ ഏതാണ് നബിയെ? രണ്ടാമത്തെ ശ്രേണി, ഒന്ന് ശിർക്കാണ്, അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. റസൂലുള്ളാഹി എണ്ണി, ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, അയാൾ ചോദിക്കുന്നു, സുമ്മ മാതാ, പിന്നെ ഏതാണ്? ഖാൽ സുമ്മ ഉഖൂഖുൽ വാലിദൈനി, രണ്ടാമത്തെ മഹാപാപം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കാത്ത, സമാധാനം കൊടുക്കാത്ത മക്കൾ മുഴുവൻ പരലോകത്ത് മഹാപാപികളായിട്ടായിരിക്കും വരാ. അത് ഏത് രൂപത്തിൽ നിന്നൊന്നുമില്ല. ഇവിടെ കിടന്ന് തലകുത്തി നിസ്കരിച്ച് മറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം വാപ്പക്കുമ്മക്കും സമാധാനം കൊടുക്കാത്ത മക്കൾ, സന്തോഷം കൊടുക്കാത്ത മക്കൾ, ആ മക്കളൊക്കെ മഹാപാപികളായിട്ട് അൽ കബായിർ ചെയ്തവനായിട്ടായിരിക്കും വരാ. അത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ നോക്കൂ, കാമുകനോടൊപ്പം ഓടിപ്പോകുന്ന പെൺകുട്ടി, കാമുകയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വീട് വിട്ടു പോകുന്ന ചെറുപ്പക്കാര്, മാതാപിതാക്കളുടെ ശാപം വാങ്ങിയിട്ടാണ് അവരിറങ്ങിപ്പോകുന്നത്. മാതാപിതാക്കളുടെ ശാപം. ഒരു വിശ്വാസിനെ സംബന്ധിച്ച് എന്തറിയോ? ഒരു വാപ്പയും ഉമ്മയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കംപ്ലൈന്റ് പറയാം, ഞാൻ എൻ്റെ മകനോട് അവന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പറഞ്ഞിട്ട് അവൻ ചൊല്ലുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ വന്നിട്ട് പറയാ, വാപ്പ പറയാണ് എൻ്റെ പെണ്ണിനെ ഞാൻ ത്വലാഖ് ചൊല്ലണം, അതുകൊണ്ട് എനിക്കതിന് സാധിക്കില്ല നബി, അവൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ അബൂബക്കർ കാര്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവൻ അവന്റെ സുന്ദരിയായ ഭാര്യയുമായിട്ട് സമയം ചെലവഴിക്കാൻ ഇരിക്കുന്നു, ദീനിയായ കാര്യങ്ങൾക്ക്, ജിഹാദിന് മറ്റൊക്കെ ഇവനക്ക് വരാൻ മടി തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? അബ്ദുള്ള, വാപ്പനനുസരിച്ച്. ഇതാണ് വാപ്പയും മോനും തമ്മിലുള്ള ബന്ധട്ടോ. ന്യായമായ കാര്യമുണ്ട്, നമ്മുടെ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ വാപ്പക്കുമ്മക്കും സാധിക്കാത്ത ന്യായമായ കാര്യമുണ്ടെങ്കിൽ ത്വലാഖ് ചെയ്യാൻ പറഞ്ഞ ത്വലാഖ് ചെയ്തോളണം. സഹീഹ് ബുഖാരി എടുത്തു നോക്ക്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറ ബീവിനെ ഇസ്മായിൽ നബിനെയും ഇട്ട് പോയ സംഭവം നമുക്കറിയാലോ. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാം. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി സ്വലാം വളർന്നു വലുതായി, ഹാജറ ബീവി മരണപ്പെട്ടു പോയി. ഇസ്മായിൽ അലൈഹി സ്വലാം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിനെ കാണാൻ ഇബ്രാഹിം നബി വരാണ്. അപ്പം അദ്ദേഹം വിവാഹിതനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലുണ്ട്, അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. ഇബ്രാഹിം നബി വന്നു, മരുമകൾക്ക് മനസ്സിലായില്ല, അമ്മായപ്പനാണ് ഇതെന്ന് മനസ്സിലായില്ല, കാരണം അവൾ കണ്ടിട്ടില്ല. വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ആ പെണ്ണ് വീട്ടിലെ ഇല്ലായ്മ പറയാൻ തുടങ്ങി, ഭർത്താവിന്റെ പോരായ്മ പറയാൻ തുടങ്ങി, കഷ്ടപ്പാട് പറയാൻ തുടങ്ങി. ഇബ്രാഹിം നബി ഒക്കെ കേട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ നീ പറഞ്ഞേക്ക് ഈ ചവിട്ടുപടി മാറ്റിവെക്കാൻ പറഞ്ഞേ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ നോക്ക്, ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നു, ഭാര്യ പറഞ്ഞു, ഇങ്ങനൊരു ഷെയ്ഖ് വന്നു, ഒരു വൃദ്ധനായ ഒരാൾ വന്നു, കുറെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ താങ്കൾക്ക് സലാം പറയാൻ പറഞ്ഞു, വീടിന്റെ ചവിട്ടുപൊടി മാറ്റിവെക്കാൻ പറഞ്ഞു. ഇസ്മായിൽ നബിക്ക് മനസ്സിലായി, നിന്റെ ഭാര്യയെ മാറ്റിവെച്ചേക്ക്, ത്വലാഖ് ചൊല്ലിയേക്ക് എന്നാണ് ആ പറഞ്ഞത്. ത്വലാഖ് ചൊല്ലിയെന്നാണ് സഹീഹ് ബുഖാരിയിൽ കാണാം. ഞാൻ പറഞ്ഞത് ഇത്രക്ക് ഡീപ്പായ ബന്ധാണ്. ഒരു മനുഷ്യൻ അവന്റെ വാപ്പനും ഉമ്മനേക്കാൾ വലിയ ബന്ധം ഭാര്യയുമായിട്ടില്ല. വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല, സത്യവിശ്വാസിക്ക് ഒരിക്കലും പാടില്ല. സ്വന്തം ഉമ്മയേക്കാൾ പ്രിയപ്പെട്ടത് ഭാര്യയാവുക, സ്വന്തം വാപ്പയേക്കാൾ പ്രിയപ്പെട്ടത് ഭാര്യയാവുക. വിശ്വാസിയുടെ ജീവിതമല്ല അത്, സത്യവിശ്വാസിന്റെ ജീവിതമല്ല അത്. അത് മനുഷ്യ ജീവിതമാണ്, അത്ര ഉള്ളൂ. മനുഷ്യ ജീവിതത്തെക്കാൾ ക്വാളിറ്റി ഉണ്ടാവണം വിശ്വാസിന്റെ ജീവിതം. സാധാരണ എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ഒരു ജീവിതം, കെട്ടിയ പെണ്ണിനെ വലിയ ഇഷ്ടപ്പെട്ട് ജീവിക്കുക, എല്ലാവരും ജീവിക്കുക. കെട്ടിയ ചെക്കൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിഞ്ഞാൽ സ്വന്തം വാപ്പന്റെ ഉമ്മന്റെ വീട്ടിലേക്ക് വരാത്ത പെൺമക്കളുണ്ട്, അവരെ നോക്കാൻ വരാത്ത പെൺമക്കളുണ്ട്, അവരെ ശുശ്രൂഷിക്കാൻ വരാത്തവരുണ്ട്,
അവരുമായി യാതൊരു ബന്ധമില്ലാത്തവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും 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 വലിയ ബന്ധം അവന്റെ മക്കളുമായിട്ടല്ല, അവന്റെ ഭാര്യയുമായിട്ടല്ല, അവന്റെ ഉമ്മയും വാപ്പയുമായിട്ട്. അതിനൊരു വീഴ്ച വരുത്തിയാൽ മഹാപാപിയായിട്ട് അവൻ പരലോകത്തേക്ക് വരും. ഇനിയോ അഅറാബി വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സുമ്മ മാത, പിന്നെ ഏതാണ് നബിയെ വലിയ പാപം? മൂന്നാമത്തെ വലിയ പാപം ഏതാണ്? ഖാൽ, അവിടുന്ന് പറഞ്ഞു, അൽ യമീനുൽ ഗമൂസ്. അൽ യമീനുൽ ഗമൂസ്. ഖുൽതു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, വമൽ യമീനുൽ ഗമൂസ്, എന്താണ് നബി യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ? ഖാൽ, റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, അല്ലദീ യഖ്തതിഉ മാല ഇംറിഇൻ മുസ്ലിമിൻ ഹുവ ഫീഹാ കാദിബുൻ. കള്ളം പറഞ്ഞ്, കള്ളം നടത്തി ഒരു മുസ്ലിമായ മനുഷ്യന്റെ ധനം തട്ടിയെടുക്കലാണ് ഈ പറയുന്ന അൽ യമീനുൽ ഗമൂസ് എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അനർഹമായ രൂപത്തിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ ധനം നമ്മളെ മഹാപാപിയാക്കും, ആ ധനം നമ്മളെ നരകത്തിലാക്കും, ആ ധനം നമ്മുടെ അമലുകളെ തടഞ്ഞു വെക്കും. ശരിക്കൊരു വിശ്വാസി ആലോചിച്ചോളൂ. ഒരു വിശ്വാസി സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സൂക്ഷ്മതയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. സാമ്പത്തിക സൂക്ഷ്മതയാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതില്ലാത്തവന് വേറെ തക്കവൊന്നും അഭിനയിച്ചിട്ട് കാര്യമില്ല. ഒരു ഇടപാട് നടത്താൻ പറ്റാത്തവന് എന്തിനാണ് അവന് 5 നേരം ജമാഅത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? ഒരു വായ്പ കൊടുത്താൽ നേരെ ചൊവ്വ നെറിയോടെ തിരിച്ചു തരാൻ പറ്റാത്തവന്റെ നിസ്കാര തയമ്പിന് എന്തു വിലയാണുള്ളത്? ഒരു മനുഷ്യന്റെ ധനം കള്ളം പറഞ്ഞും വഞ്ചിച്ചും തന്റെ പേരിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നെറികെട്ടവന് ദീനിൽ എന്ത് സ്ഥാനാണുള്ളത്? അവന്റെ നീളം കുപ്പായത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, മതം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണിശമാണ്. സാമ്പത്തിക രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ലൈംഗിക രംഗത്തെ പാളിച്ചകൾ ഒരു പക്ഷെ മനുഷ്യന്റെ ദുർബലത എന്ന നിലക്ക് അള്ളാഹു പൊറുച്ചു തന്നേക്കും. നാവിന്റെ പ്രശ്നങ്ങൾ, ആ മനുഷ്യന്റെ വൈകാരികത, കോപം എന്ന നിലക്ക് വന്ന പാളിച്ച, അതിനൊരു കുറവുണ്ടാകും. പക്ഷെ സാമ്പത്തിക വിശുദ്ധി ഒരു നിലക്കും വിട്ടിട്ടില്ല. കാരണം എന്താ പറയുക, സാമ്പത്തിക വിശുദ്ധി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പ്ലാനഡ് ആണ്, പെട്ടെന്ന് ചെയ്യുന്നില്ല. ലൈംഗികമായിട്ടുള്ള വിശുദ്ധി ചിലപ്പോ പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതാണ്. ഒരു മനുഷ്യനും ആഗ്രഹിക്കാതെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് സംഭവിച്ചു പോകാം. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ, ഹറാമ് സമ്പാദിക്കുക, ഹറാമ് തിന്നുക എന്നത് പ്ലാനഡ് ആണ്. വികാരങ്ങളില്ല അവിടെ. വികാരങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കില്ല. വിവേകപൂർവമാണ് അവിടെ എല്ലാ ഇടപാടും നടക്കുന്നത്. വാക്ക് പാലിക്കാതിരിക്കുക, കരാറ് പാലിക്കാതിരിക്കുക. ഒരു മനുഷ്യൻ, ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നില്ല പറഞ്ഞ സമയത്ത് മര്യാദ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾ അടുത്തു പോകണം, അവധി ചോദിക്കണം. അവധി തരുന്നില്ലെങ്കിൽ അവധി വാങ്ങിത്തരാവുന്ന ആളുകളെ കണ്ട് സംസാരിച്ച് ജാമ്യം നിൽപ്പിക്കണം. ഇതൊക്കെ മര്യാദയാണ്. ആ മര്യാദ മുഴുവൻ പാലിച്ചില്ലെങ്കിൽ മഹാപാപാണ്. അൽ കബായിറാണ് ഒന്നാമത്തത്. ഹറാമായ ഒരു ധനം ഒരു മനുഷ്യനിൽ നിന്ന് തട്ടിയെടുത്ത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് മഹാപാപം ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. അബി ഉമാമ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, മൻ ഇഖ്തതഅ ഹഖ്ക ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി. ഒരു മനുഷ്യൻ കള്ളസത്യം ചെയ്ത് ഒരു മുസ്ലിമിന്റെ ധനം തട്ടിയെടുത്താൽ, കള്ളസത്യം എന്ന് പറഞ്ഞാൽ എന്താ? കള്ളസത്യം എന്ന് പറഞ്ഞാൽ വഞ്ചിക്ക. ഒരു സാധനത്തിന് അതിൻ്റെ നിലവാരം, ആ നിലവാരത്തിനപ്പുറമുള്ളത് വരുത്തി തീർത്ത് അത് പിന്നെ തട്ടിയെടുക്കുക. അവന്റെ അനർഹമായ രൂപത്തിൽ അവന്റെ ധനം തട്ടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതിൽ പെട്ടു. കച്ചവടം ചെയ്യുമ്പോൾ
ക്വാളിറ്റി ഇല്ലാത്ത സാധനം ക്വാളിറ്റി ഉണ്ടാന്ന് പറഞ്ഞു വെക്കുന്നതും, നിലവിൽ വിലയില്ലാത്ത ഒരു പറമ്പ് ആ പറമ്പിന് ഇല്ലാത്ത വിലക്ക് വിൽക്കുന്നതും, ആളുകളെ വഞ്ചിച്ച് അവരിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് കച്ചവടം നടത്തുന്ന ആളുകൾ, അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, ഫഖദ് തീർച്ചയായിട്ടും ഔജബല്ലാഹു ലഹുന്നാർ, അവന് നരകം അല്ലാഹു വാജിബാക്കി കളഞ്ഞു, നിർബന്ധാക്കി കളഞ്ഞു നരകം. ഒരു മുസ്ലിമിന്റെ ധനം തട്ടിയെടുക്കുന്നവൻ, അത് കച്ചവടത്തിലൂടെ എന്നല്ലോ, എന്തിലൂടാകട്ടെ ഒരു മുസ്ലിമിൽ നിന്ന് അവൻ സംതൃപ്തിയോടെ തന്നത്, അവൻ സന്തോഷത്തോടെ തന്നതല്ലാത്ത, അവന്റെ നെഞ്ചുരുകിയിട്ട് അല്ലെങ്കിൽ അവനെ വഞ്ചിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ധനമുണ്ടോ, അത് ഏതാകട്ടെ ഭാഗം, സ്വന്തം സഹോദരങ്ങൾ വീടിന്റെ ഭാഗം വെക്കുമ്പോ ഇളയവനെ കൊടുക്കാതെ നമ്മൾ തട്ടിയെടുത്തതും വരും, എല്ലാം വരും. സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വരും. ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, നരകം അവന് അല്ലാഹു വാജിബാക്കിയിരിക്കുന്നു. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി പറയാ, സ്വർഗം ഹറാമാണ്, നരകം വാജിബാണ്. ഇത് കേട്ടപ്പോ സഹാബികൾക്ക് പേടിയായിട്ട് ഫഖാല ലഹു റജുലുൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ഒരു ചെറിയ കാര്യമായ പോലും, നിസാര കാര്യമായ പോലും ഇങ്ങനെയാണോ നബിയെ? ഒരു മനുഷ്യനിൽ നിന്ന് അവന്റെ ഹക്ക് നമ്മളിങ്ങോട്ട് തട്ടിയെടുത്താൽ അത് ഇത്ര ചെറുതായാലും ഇതാണോ നബിയെ? നരകം വാജിബും സ്വർഗം ഹറാമുമാകുന്ന ശിക്ഷയാണോ റസൂലേ? ഖാൽ, അവിടുന്ന് മറുപടി പറഞ്ഞു, വഇൻ ഖലീബും മിൻ അറാഖ്, അതൊരു അറാഖിന്റെ കൊള്ളിയാണെങ്കിലും ശരി. അറാഖ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മിസ്വാക്കയിൽ പല്ല് തേക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു കൊള്ളി ഉണ്ടല്ലോ, ആ കൊള്ളിയാണ് ഒരു മനുഷ്യനിൽ നിന്ന് ഹക്കില്ലാതെ അനർഹമായിട്ട് നമ്മൾ തട്ടിയെടുത്തതെങ്കിൽ അതിന്റെ പേരിൽ നരകം വാജിബും സ്വർഗം ഹറാമുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി നമ്മൾ ഓരോരുത്തരാലോചിക്കുക, നമ്മൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, നമ്മൾ നോമ്പ് വെച്ചിട്ട് എന്താ കാര്യം? റമളാൻ വരാൻ പോവാ, ശുദ്ധ റമളാൻ വരാൻ ദിവസങ്ങളേ ഉള്ളൂ. ഹറാമായ ബാത്തിലായ സ്വത്ത് വാരിക്കൂട്ടിയിട്ട് നമ്മളിങ്ങനെ റമളാനെ കാത്തിരിക്കുക, നമ്മളിങ്ങനെ ജുമുഅക്കും ജമാഅത്തിനൊക്കെ കൃത്യമായിട്ട് പള്ളിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു കാര്യവും ഉണ്ടാവൂല. നരകം വാജിബായവൻ, സ്വർഗം ഹറാമായവൻ, അവൻ റമളാനെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? ചട്ടിച്ചതും വെട്ടിച്ചതും ഉണ്ടാക്കിയത് മുഴുവൻ അവന്റെ ബാങ്കിലും അവന്റെ ധനത്തിലും അവന്റെ പറമ്പിലും ഇങ്ങനെ കിടക്കാണ്. എവിടെയെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, തിരുത്തണം. തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാളുടെ ഒരു കച്ചവടം നടത്തി അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്തിയപ്പോൾ അയാളെ വഞ്ചിച്ചു, ഞാൻ അയാളിൽ നിന്ന് ധനം തട്ടിയെടുത്തു, അനർഹമായ ധനം എന്നിൽ വന്നു ചേർന്നു. എങ്ങനെ തിരുത്തൽ? അസ്തഗ്ഫിറുല്ലാഹ് പറയണം, അത് അള്ളാഹിനോട്. പക്ഷേ വ്യക്തിയെ കണ്ട് പൊരുത്തപ്പെടിക്കുകയോ വ്യക്തിയെ കണ്ട് അത് തിരിച്ചു കൊടുത്ത് പരിഹരിക്കുകയോ ചെയ്യാതെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവൂല, സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനം വിശ്വാസിയെ സംബന്ധിച്ച് സാമ്പത്തിക സൂക്ഷ്മതയാണ്. അതൊരു വിശ്വാസി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അത് അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നു. അല്ലാഹു അതേ സ്വീകരിക്കൂ. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. നമ്മൾ പടച്ചോനിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ധനം ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഹലാലായ വരുമാനം അതീന്ന് കൊടുക്കണം. ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹജ്ജ് സ്വീകരിക്കണമെങ്കിലോ, എൻ്റെ ഉംറ സ്വീകരിക്കണമെങ്കിലോ വേണ്ട, ഞാനൊരു പള്ളി തന്നെ പണിതു കൊടുത്തു. ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ ഞാനൊരു പള്ളി തന്നെ പണിതു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇന്നല്ലാഹ ത്വയ്യിബുൻ, നിശ്ചയമായിട്ടും അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ത്വയ്യിബല്ലാണ്ട് അവൻ സ്വീകരിക്കൂല.
പരിശുദ്ധമല്ലാത്തത് ഒന്നും അവൻ സ്വീകരിക്കൂല. ഹലാലായ ത്വയ്യിബായ ധനത്തിൽ നിന്നല്ലാതെ ഒരു മണി തൂക്കം അല്ലാഹു സ്വീകരിക്കില്ല. വഅന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലീങ്ങളോട് കൽപ്പിച്ചത് അല്ലാഹു മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചു. മുർസലീങ്ങളോട്, അമ്പിയാക്കന്മാരോട്, നബിമാരോട് കൽപ്പിച്ചത് തന്നെ അല്ലാഹു ആരോട് കൽപ്പിച്ചു? വിശ്വാസിനോട് കൽപ്പിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റേഞ്ചിൽ വ്യത്യാസമില്ല. ഹറാമായ സമ്പാദ്യം തിന്നാൻ പാടില്ല എന്ന വിധിയുണ്ടല്ലോ, അതിൽ അമ്പിയാക്കളും മുഅ്മിനീങ്ങളും റേഞ്ച് വ്യത്യാസമില്ല. ഒരേ ക്വാളിറ്റി പാലിച്ചോളണം. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, വഅന്നല്ലാഹ അമറൽ മുഅ്മിനീൻ. നിശ്ചയമായിട്ടും അല്ലാഹു മുഅ്മിനീങ്ങളോട് അമറ കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? ബിമാ, യാതൊന്നുകൊണ്ട് കൽപ്പിച്ചു. അമറ ബിമാ അമറ ബിഹി അൽ മുർസലീൻ. മുർസലീങ്ങളോട് എന്തുകൊണ്ട് കൽപ്പിച്ചോ അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളോടും വിശ്വാസികളോടും കൽപ്പിച്ചു. ഏതാ? യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാൻ. അല്ലയോ പ്രവാചകന്മാരെ, നബിമാരെ, നിങ്ങൾ ഹലാലായത് തിന്നു, നിങ്ങൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്യൂ എന്ന് അല്ലാഹു കൽപ്പിച്ചതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും. ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ത്വയ്യിബായത്, ഹലാലായത് നിങ്ങൾ തിന്നോളണം എന്ന് പഠിപ്പിച്ചു. അമ്പിയാക്കന്മാരോടും പറഞ്ഞു ത്വയ്യിബേ തിന്നാൻ പാടൂ, ഹലാലേ തിന്നാൻ പാടുള്ളൂ. അതെന്നെ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. ത്വയ്യിബാണ്, അല്ലാഹു ത്വയ്യിബാണ്, പരിശുദ്ധനാണ്, അതല്ലാത്ത ഒന്നും സ്വീകരിക്കില്ല. ഞാൻ എത്ര ചെലവഴിച്ചിട്ടും കാര്യമില്ല, ദാനം കൊടുത്തിട്ടും കാര്യമില്ല, എത്ര മഹത്തായ സംരംഭങ്ങൾ ഞാൻ നടത്തിയിട്ടും കാര്യമില്ല. എന്റെ സമ്പാദ്യം ഹറാമാണെങ്കിൽ, എന്റെ സ്വത്തിന്, ആ സ്വത്ത് തട്ടിയെടുക്കപ്പെട്ട വേദനിച്ച മനുഷ്യന്മാരുണ്ടെങ്കിൽ, അതിന്റെ ഹക്കിന്റെ അവകാശികൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, ഞാൻ പണിത പള്ളിയോ, ഞാൻ ചെയ്ത ഹജ്ജോ, ഞാൻ ചെയ്ത ഉംറയോ, ഞാൻ കൊടുത്ത ധനത്തിന്റെ പേരിലുള്ള സേവനങ്ങളൊന്നുമേ എനിക്ക് ഉപകാരപ്പെടാൻ പോകുന്നില്ല. നരകം എനിക്ക് വാജിബാണ്, സ്വർഗം എനിക്ക് ഹറാമാണ്. ഈ ദുനിയാവിൽ എത്ര പള്ളി പണിതിട്ടും കാര്യമില്ല. ഉള്ളത് ത്വയ്യിബായിരിക്കണം, ഹലാലായിരിക്കണം. അതുകൊണ്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ചെയ്യുന്നവർക്ക് കിട്ടൂ. അല്ലാത്തവരെങ്ങനെ കുത്തിമറിഞ്ഞ് ചെയ്തിട്ടും കാര്യമില്ല. അല്ലെ, റമളാനാകുമ്പോൾ കേരളം മുഴുവൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ആശ്വാസമാകുന്നു. അവർക്ക് പട്ടിണിയില്ല, അവർക്ക് നോമ്പിന് വേറെ പ്രശ്നങ്ങളില്ല, അവർക്കൊരു മാസം കഴിക്കാനുള്ള കൊടുക്കുന്നു. വലിയ പുണ്യകർമ്മമാണ്. പക്ഷെ ഉണ്ടാക്കിയ ധനം, സോഴ്സ് എന്താണ്? ആക്രമിച്ച സോഴ്സാണ്. ഒരു കൂലി അവന് കിട്ടൂല എന്ന് മാത്രമല്ല, അവന് എത്ര ചെലവഴിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. ത്വയ്യിബല്ലാത്തത് അല്ലാഹു ഒരു മണി അവനിൽ നിന്ന് സ്വീകരിക്കൂല, ഒരു അണുമണി അവനിൽ നിന്ന് സ്വീകരിക്കൂല ത്വയ്യിബല്ലാതെ. അവൻ എത്ര ചെയ്താലും ശരി, അവൻ എത്ര പ്രവർത്തിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കിയത് വെച്ചതെന്താ? ഔജബല്ലാഹു ലഹുന്നാർ. നരകം വാജിബായവനാണ് അവൻ. വഹറമ അലൈഹിൽ ജന്ന. സ്വർഗം ഹറാമായവനാണ് അവൻ. ത്വയ്യിബ് സമ്പാദിക്കണം, വിശുദ്ധമായത് സമ്പാദിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ കൂടി അതിന്റെ ഗൗരവം അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ISM പള്ളുരുത്തി ശാഖയുടെ ട്രഷറർ, ബഹുമാന്യനായ നമ്മുടെ സുഹൃത്തും സഹോദരൻ മരണപ്പെട്ടു പോയി. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മരിക്കുന്ന സമയം വരെ ഓടി നടന്നൊരു ജീവിതമാണ്. ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി ഓടി നടന്നൊരു ജീവിതമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമുക്കെല്ലാം
മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ റബ്ബിൻ്റെ മതത്തെ, ദീനിനെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനുവേണ്ടി ഓടി നടന്നതിൻ്റെ കിതപ്പും കുതിപ്പും ഉള്ളവരായി, വിയർപ്പുള്ളവരായി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. റബ്ബ് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, റബ്ബ് ഇഷ്ടപ്പെട്ട പ്രബോധനങ്ങൾ, പ്രചാരണങ്ങൾ, അതിനുവേണ്ടി ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് മലക്കുകളുടെ സലാം കേട്ട് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളുടെ, നമ്മുടെ പള്ളിയിൽ വരുന്ന, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും അസുഖം ഭേദമാകാത്ത ഒരവസ്ഥയിലാണ്. അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശിഫ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുക. റബ്ബ് അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ശിഫയാക്കുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനയും പ്രയാസവും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം, അതിൽ നിന്നെല്ലാം ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബാദികളെയും മക്കളെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, എല്ലാവിധ പെടുമരണങ്ങളിൽ നിന്നും, ദുർമരണങ്ങളിൽ നിന്നും, മാറാരോഗങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സമാധാനത്തോടെ ഭൂമിയിൽ ജീവിച്ച് സമാധാനത്തോടെ മരിച്ച് സമാധാനത്തോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ അങ്ങേയറ്റം തൃപ്തിപ്പെടുന്ന, റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, റബ്ബിനെ അങ്ങേയറ്റം പേടിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, എത്രയോ ആളുകൾ, നമ്മുടെ ഉസ്താദുമാർ, നേതാക്കന്മാർ, എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ധാരാളം സേവനങ്ങൾ ചെയ്ത, ധാരാളം ഉപകാരങ്ങൾ ചെയ്ത എത്രയോ നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരുടെ കുടുംബത്തെയും ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്ക് എന്തെങ്കിലും ആവശ്യം തടയുകയാണെങ്കിൽ അതിനേക്കാൾ ഹൈറായത് അള്ളാഹു പകരം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ഷർറിൽ നിന്നും അവരെയും നമ്മളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.